welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ആദ്യമായിട്ട് നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഗോതമ്പ് ദോശയുടെ വീഡിയോ ഞാൻ ഇട്ടത് പെട്ടെന്ന് തന്നെ 1,00,000 വ്യൂ കഴിഞ്ഞു. ഒരുപാട് നന്ദി. നല്ല നല്ല കമൻസ് എനിക്ക് ഒരുപാട് അതിൽ കൂടെ കിട്ടി. അപ്പം സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ്, സാധാരണ ഗോതമ്പ് ദോശയല്ല. ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കാണുക, ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് വിവരം അറിയിക്കുക, മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിനെല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, വാഴയുടെ ആ തണ്ടിന് അകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു കാമ്പ് വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതിന് അച്ചാറെന്നോ ഉപ്പിലിട്ടെന്നോ എന്ത് വേണേൽ പറയാം. പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഒരു വാഴയുടെ വാഴപ്പിണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു തോരനോ 1-2 പ്രാവശ്യം തോരനൊക്കെ ഉണ്ടാക്കിയാലും അത് മിച്ചം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വേസ്റ്റാക്കി കളയരുത്. ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് എളുപ്പ വഴിക്കുള്ള ഒരു അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. ഇത് കുറേ നാൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കും. നമുക്ക് കഞ്ഞിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് വാഴപ്പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കാം. അത് ആരെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. മിക്കവർക്കൊക്കെ ഇത് അരിയാൻ അറിയായിരിക്കും. ആദ്യം ഇതുപോലെ വട്ടത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു ഫൈബേഴ്സ് ഉണ്ടാവും, നാര് പോലെ നിറയെ ഉണ്ടാവും. എൻ്റെ ഇപ്പോൾ ഈ വാഴപ്പിണ്ടിക്ക് അധികം നാരില്ല, കൂടുതൽ നാരുള്ള വാഴപ്പിണ്ടി ഉണ്ടാവും. അപ്പോൾ ഇതാദ്യം ഒന്ന് വട്ടത്തിൽ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ ആ നാര് ഇതുപോലെ ഓരോ പീസിൽ നിന്നും കയ്യിൽ നമുക്ക് ചുറ്റിയെടുക്കാം. കയ്യിൽ കൂടുതൽ അരിയാനുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലൊരല്പം വെളിച്ചെണ്ണ എന്തെങ്കിലും എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ കയ്യിൽ ചുറ്റിയെടുക്കുക. അപ്പോൾ കയ്യിലൊട്ടും കറയൊന്നും പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ ആദ്യം നമുക്ക് അതിൻ്റെ നാരെല്ലാം ഒന്ന് ചുറ്റി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വട്ടത്തിലെ പീസെല്ലാം അടുക്കി വെച്ചിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ചീനച്ചട്ടി നമുക്ക് ചൂടാക്കാൻ വെക്കാം. അതിനകത്തേക്ക് 1/4 കപ്പ് വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് കണ്ടില്ലേ, അതിൻ്റെ ഒരു 1/4 ഭാഗം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കേടാകാതിരിക്കണമെങ്കിൽ വിനാഗിരി ചേർക്കുന്നതാണ് നല്ലത്. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ വാഴപ്പിണ്ടി അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്ലാസ്സിലുള്ള കണക്ക് വിനാഗിരിയുടെയും വെള്ളത്തിൻ്റെയൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് അത് തന്നെ അളവിനായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് വേണം, അല്ലെങ്കിൽ അത് ചീത്തയായി പോവും. ഞാനൊരു 2.5-3 ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനിടയിൽ ഉപ്പ് അലിയാനായിട്ട് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഉപ്പൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പം നേരത്തെ ഞാൻ വിനാഗിരിയും വെള്ളമൊക്കെ അളക്കാനെടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ്സാണ് ഈ പിണ്ടി ഉള്ളത്. അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അളന്ന് നോക്കാം. അതിന് ശേഷമാണ് ആ ഒരു പിണ്ടിയുടെ അളവിനനുസരിച്ച് നമ്മൾ വിനാഗിരിയും വെള്ളവും ചേർത്ത് കൊടുക്കുക. 2 കപ്പ് വാഴപ്പിണ്ടിക്ക് 1/4 കപ്പ് വിനാഗിരിയും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2.5 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, ചെറുതായിട്ട് കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചിയാണ്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അരിയാതെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല.
പിന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തേക്കുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഒന്നുകൂടെ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. വാഴപ്പിണ്ടി അച്ചാർ അല്ലെങ്കിൽ ഉപ്പിലിട്ടത് റെഡിയാണ്. ഇതിൽ കിടക്കുമ്പോൾ ചെറുതായിട്ട് അതൊന്ന് കുക്കാവുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. തണുത്ത് കഴിയുമ്പോഴേക്കും ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. 2 ദിവസമൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചാൽ ചീത്തയാകാതിരുന്നോളും. 2-3 ദിവസം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ആ കുപ്പി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനടുത്ത് വരെ ഇത് ഒരു കുഴപ്പമില്ലാതിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.